ഗായ്സ്, അപ്പോൾ ഞാൻ റിഫ്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിറഞ്ഞിരിക്കുന്നൊരു ന്യൂസാണ്, ഒരു മിസ്സിങ് കേസാണ്, ദിയ ഫാത്തിമ മിസ്സിങ് കേസ്. അത് ഇപ്പോൾ ഒരു 10 വർഷത്തോളമായിട്ടോ. അപ്പോൾ ഈ ഒരു 10 വർഷത്തോളമായിട്ടും പോലീസുകാർക്ക് ഈ ഒരു ന്യൂസ് ഇപ്പോഴും ഈ ഒരു ന്യൂസിന് എൻഡിങ്ങിൽ കൊണ്ടുവരാൻ എത്തിയിട്ടില്ല. അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കും. കാരണം ദിയ ഫാത്തിമ എന്ന് പറയുന്നത് ആ ഒരു ഉമ്മാൻ്റെയും രണ്ടാമത്തെ മോളാണ്. ആ വലിയ ആൾക്ക് ഫസ്റ്റത്തെ മക്കൾക്ക് എന്ത് സങ്കടം ഉണ്ടാവുമല്ലേ. അപ്പോൾ എനിക്ക് കഴിയുന്ന അത്ര ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ദിയ ഫാത്തിമയുടെ ഫാമിലിനെ കുറിച്ച് പറയാം. അപ്പോൾ ദിയ ഫാത്തിമൻ്റെ ഫാമിലിയിൽ ഉമ്മാൻ്റെ പേര് ഫാത്തിമ എന്നും ഉപ്പാൻ്റെ പേര് സുഹൈൽ എന്നുമാണ്. പിന്നെ ദിയ ഫാത്തിമ രണ്ടാമത്തെ മകളാണ്. അവരുടെ ഫാമിലിനെ പറ്റി പറയുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്ക് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അവരുടെ ഫാമിലിയിൽ അവരുടെ ഉപ്പാൻ്റെ ജോലി എന്ന് പറയുന്നത് ഉപ്പ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. അധികം ആൾക്കാർക്കും അങ്ങനെയാണ് ഡൗട്ടുള്ളത്. കാരണം അവരുടെ ഫാമിലി പിന്നോക്കം നിൽക്കുന്നതുകൊണ്ടാണോ, അതോ അവർ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണോ ഈ പോലീസുകാർ ഇത് ഇങ്ങനെ മിസ്സിങ് കേസ് ഇങ്ങനെ അവരുടെ ഡ്യൂട്ടി അല്ലേ ഈ ഒരു മിസ്സിങ് കേസ് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ടാണോ അവർ ഇൻഫോർമേഷൻ നോക്കാത്തത് എന്ന ഒരു ഡൗട്ട് എനിക്കും ഉണ്ട് കേട്ടോ. അവരുടെ ഫാമിലി പിന്നൊക്കെ നിൽക്കുന്നതുകൊണ്ടാണോ എന്നുള്ളത്. 2014 ഓഗസ്റ്റ് 1 ദിയ ഫാത്തിമ മിസ്സിങ് ആയത്. അന്നൊരു പെരുന്നാളാണെന്ന് പറഞ്ഞത്, ചെറിയ പെരുന്നാൾ. ഉമ്മ വാങ്ങി ക്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് പോയി. കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയം ഉമ്മ വന്നപ്പോൾ കുട്ടീനെ അവിടെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ കാണാണ്ടായപ്പോൾ കുറേ തപ്പി നോക്കി, കുട്ടീനെ എവിടെയും കാണുന്നില്ല. എന്നിട്ട് പോലീസുകാരെ വിളിച്ചപ്പോൾ പോലീസ് നായനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചു. ദിയ ഫാത്തിമേൻ്റെ ക്ലോത്ത് എടുത്തിട്ട് മണപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ചെക്ക് ചെയ്തത്. പക്ഷേ ഡോഗ് നേരെ പോയതെന്ന് പറയുന്നത് അവരുടെ നെയ്ബർഹുഡിലുള്ളൊരു വീട്ടിലാണ്. ആ വീട്ടിലാണെങ്കിൽ ആ സമയം ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നിട്ട് ആ പോലീസുകാർ എന്ത് ചെയ്തില്ല, ആ വീട് ചെക്ക് ഒന്നും ചെയ്തിട്ടില്ല. ആ വീട്ടിൽ ഒന്നും അന്വേഷിക്കുക പോലും ആ സമയം ചെയ്തിട്ടില്ല. അവരെല്ലാവരും ഡൗട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ എന്തൊരു വെള്ളക്കെട്ടുണ്ട്, ആ വെള്ളക്കെട്ടിൽ എങ്ങാനും മുങ്ങിപ്പോയതാണോ, അങ്ങനെയായിരുന്നു. അവിടെ ആയിരുന്നു ആ പോലീസുകാർ എന്ത് ചെയ്തത്, അന്വേഷണം നടത്തിയത്. അതോ ആ നായ 2 പ്രാവശ്യം ആ ഒരു വസ്ത്രം സ്മെല്ല് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ വീട്ടിലോട്ടാണ് പോയത്, നെയ്ബർഹുഡിലുള്ള വീട്ടിലോട്ട്. ആ ഒരു വീട്ടിൽ അവർ അന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. 10 വർഷം ആ കുട്ടി വലുതായിട്ടുണ്ടാവും. ആ ചെറിയൊരു പ്രായത്തിൽ പോയതാണ്. അപ്പോൾ ആ കുട്ടി എന്തായാലും വലുതായിട്ടുണ്ടാവും. പോലീസിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഈ ഒരു കേസ് ഇപ്പോഴും തെളിയാതെ നിൽക്കുന്നത്. കാരണം പോലീസ് ഇതുവരേക്കും അതിനന്വേഷിച്ച് പോയിട്ടില്ല. ഇപ്പോൾ നമ്മളെ ഈ ഒരു നാട്ടിലുള്ള ജുനൈദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്കാക്കയാണ് അതിപ്പോൾ തപ്പാൻ പോകുന്നത്. അവർക്ക് റബ്ബ് നല്ല അനുഗ്രഹം കൊടുക്കട്ടെ, അവർക്ക് തെളിയാനുള്ള ഒരു ഹൈറും ബർക്കത്തും ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാലും എന്തുകൊണ്ടാണ് പോലീസ് ആ ഒരു കേസ് ഇതുവരെ ചെക്ക് ചെയ്യാത്തത്? കാരണം 10 വർഷമായിട്ടോ ആ കേസ് പോയിട്ട്. അത് കിട്ടേണ്ട സമയം കഴിഞ്ഞു. ചെറിയ വല്ല മോഷണ കേസാണെങ്കിൽ പോലീസ് എപ്പോഴായിട്ട് എല്ലായിടത്തും ചെക്കിങ് ആയിരിക്കും. ആ ഒരു കേസ് ഇപ്പോഴും 10 വർഷമായിട്ടുണ്ട്. പോലീസ് എന്ത് ചെക്ക് ചെയ്തിട്ടില്ല. പോലീസ് ആ ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരിത് കൊടുത്തിട്ട് പിന്നെ അവരതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല. എല്ലാ പോലീസും അങ്ങനെ ആയിരിക്കണം എന്നില്ല. എന്നാലും ചിലർ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്താണ് ചെക്ക് ചെയ്യാത്തത്? അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെ ഏൽപ്പിച്ച്, അവർക്ക് പറ്റുന്നില്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അങ്ങനെയും ചെക്ക് ചെയ്യിപ്പിച്ചൂടെ? പിന്നെ നാട്ടുകാർ പറഞ്ഞൊരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലീസുകാർ അവരോട് ചോദിച്ചിട്ടുണ്ടായി, ആ നെയ്ബറിലുള്ള ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഞാനൊന്നും ഇവിടെ കുട്ടീനെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല എന്ന് ഭയങ്കര തർക്കിച്ച് റൂഡായിട്ട് പെരുമാറിയെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. പക്ഷെ അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കാരണം അവർ ഒരു കുട്ടി, നെയ്ബറിൽ ആയിട്ടുള്ള ഒരു കുട്ടി, ആ ഒരു വീട്ടിലെ കുട്ടി മിസ്സിങ് ആണ്. അവിടെ എങ്ങാനും കണ്ടിരുന്നു, അവരെവിടെ കണ്ടിരുന്നു അങ്ങനെ ചോദിക്കാൻ പോയ ആ ഒരാളോട് അവർ ഭയങ്കര റൂഡായിട്ട് പെരുമാറി എന്നാണ് കേൾക്കാൻ പറ്റിയത്. അങ്ങനെ റൂഡായിട്ട് പെരുമാറേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടായിട്ടില്ല. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരെന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരിലാണ് എല്ലാവർക്കും അവരാണ് എന്നൊരു ഡൗട്ടുണ്ട്. അവരെയാണ് ഒന്ന് ചെറുതായിട്ട് ടാർഗറ്റിങ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ജുനൈദ് എന്ന് പറഞ്ഞ ഇക്കാക്ക അവർ അന്വേഷിക്കാൻ പോയപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോലീസുകാർ ഈ ഒരു മിസ്സിങ് കേസ് അന്വേഷിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കേസ് ഇപ്പോഴും വഴിയാധാരമായി കിടക്കുന്നത്. അവരന്വേഷിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ കുടുംബം അങ്ങനെയായി ചോദിക്കാനും പറയാനും ആളില്ല, അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും അവരുടെ കൂടെയുണ്ട്, ആ ദിയമോളെ പേരൻസിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ആ ജുനൈദ് എന്ന് പറഞ്ഞ ഇക്കാക്ക അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നോക്കും കേരള പോലീസ് അത് ചെക്ക് ചെയ്യുന്നുണ്ടോ, അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ അവരെന്നെ പോയി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മളെ എൻ്റെ ഒരു അനിയത്തിൻ്റെ ഒക്കെ ഒരു പ്രായം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഉമ്മമാർക്ക് വീട്ടിൽ എന്തായാലും പണി ഉണ്ടാവും, പണിയില്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ അത്ര പണി ഉണ്ടായാലും നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. കുട്ടികളിപ്പോൾ ആരെയും വീട്ടിൽ വന്നാൽ ബാക്ക് ഡോറും മുമ്പിലെ ഡോറൊക്കെ അടിച്ചിട്ട് സൂക്ഷിച്ചിട്ട് വേണം അവരോട് ഇടപഴകാൻ വേണ്ടിയിട്ട്. പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ ഒരിക്കലും ഇടപഴകരുത്. പിന്നെ ചില നൈബേഴ്സ് ഉണ്ടാകും, നമ്മൾ പറയും ഞാൻ ഇങ്ങനെ പുറത്ത് പോകുന്നുണ്ട്, ഇപ്പോൾ കുട്ടീനെയും കൂടെ ഞാൻ കൊണ്ടുപോട്ടെ. അവർ ചിലപ്പോൾ നോർമലായിട്ടായിരിക്കും ചോദിച്ചു, പക്ഷെ നമ്മുടെ മക്കളാണ്, അപ്പോൾ കുട്ടികളെ നോക്കേണ്ടത് നമ്മളെ കാര്യമാണ്. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കുക. കാരണം കുട്ടി കരയുന്നുണ്ടാവും എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ഒരു പ്രായമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഇൻഫോർമേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം അതുവഴി എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയാൽ അത് വളരെ ഉപകാരമായിരിക്കും. പിന്നെ ആ അന്വേഷിക്കാൻ പോകുന്ന ജുനൈദ് എന്ന ഇക്കാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം. കാരണം അവരാണ് ഇനി അത് അന്വേഷിക്കാൻ വേണ്ടി. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ആ പോലീസ് നായ 2 പ്രാവശ്യം ആ വീട്ടിലോട്ടാണ് പോയത്. എന്നിട്ടും ആ പോലീസുകാർ അവിടെ ചെക്ക് ചെയ്യാണ്ട് കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി ചെക്ക് ചെയ്ത് എന്തുകൊണ്ടാണ്? അതോ ആ പോലീസ് നായ ഉള്ളത് എന്തിനാ? അവരെങ്ങോട്ടാണ് പോകുന്നത്? അവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ പോലീസുകാർ അവിടെ ചെക്ക് ചെയ്യാതെ എന്ത് ചെയ്തു, നേരെ വേറെ സ്ഥലമൊക്കെ ചെക്ക് ചെയ്തു. അതിലും എനിക്ക് പോലീസുമായിട്ട് കളിക്കുന്ന കളിയാണോ എന്ന് ചെറിയ ഡൗട്ടുണ്ട്. എന്തായാലും ആ ഒരു പേരൻസിന് നല്ലൊരു സന്തോഷമാവട്ടെ, ആ കുട്ടീനെ കാണാൻ കഴിയട്ടെ, കുട്ടീനെ രക്ഷപ്പെടുത്താൻ ജുനൈദ് കാക്കക്കും കഴിയട്ടെ. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് കഴിയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.